ഹലോ, ദേവിക സ്റ്റോറി ക്രിയേഷൻസിൻ്റെ ഒരു അടിപൊളി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ കഥ കേൾക്കാൻ വരുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വേറൊരു കാര്യം, നല്ല എരിവും പുളിയും കഥയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിലേക്ക് പോരിട്ടോ. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം ഓപ്പണായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ നമുക്ക് അത്രയും ഇങ്ങനെ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണേ ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നേരെ ഇന്നത്തെ കഥയിലേക്ക് പോയാലോ? എല്ലാവർക്കും ഇഷ്ടം കുറച്ച് ഫാമിലി ടേസ്റ്റ് ഉള്ളൊരു കഥയാണല്ലേ. എന്നാൽ ഇന്ന് പിടിച്ചോ, ഒരു ഉമ്മയുടെയും മോളുടെയും കഥ. കൂടെ രസത്തിന് ഒരു ഉസ്താദും കൂടി ആയാലോ. കഥ കേട്ടോളൂ. ഫസീല ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് ചെറിയ ജോലിയൊക്കെ നോക്കി നടക്കുകയാണ്. ഏതാണ്ട് ജോലിയുടെ കാര്യങ്ങൾക്കൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് അവൾക്ക്. ഒരുപാട് ദൂരെ പോവാൻ പറ്റത്തില്ല. വേറൊന്നുമല്ല, വീട്ടിലുമ്മ തനിച്ച. ഇനിയിപ്പോൾ കുറച്ച് ദൂരമുള്ള സ്ഥലത്താണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പണിയെടുക്കാന്ന് വെച്ചാൽ അവിടെ നിന്നാൽ എങ്ങനെയാ സമാധാനം കിട്ടുക? അത് മാത്രമല്ല, ഉമ്മ വിടാനും പോകുന്നില്ല. അങ്ങനെ അവൾ ഇഷ്ടപ്പെട്ടൊരു കമ്പനിയിൽ ജോലിക്ക് അപേക്ഷ വെച്ചു. അത് പാസ്സാവുകയും ചെയ്തു. ഒരുപാട് സന്തോഷമായി. ഉമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഉമ്മയുടെ മുഖം മാറി. കാരണം കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. വല്ലപ്പോഴുമേ വരാൻ പറ്റൂ. ആഴ്ചയിൽ 1-2 ദിവസം വന്ന് വീട്ടിൽ നിൽക്കാമെന്നല്ലാതെ പറയത്തക്ക ലീവ് ഒന്നുമില്ല. എന്ത് ചെയ്യും ഉമ്മ? ഉമ്മയുടെ പേര് സാജിദ എന്നാണ്. ഉമ്മയ്ക്ക് ഭയങ്കര വിഷമം. സാരമില്ല ഉമ്മ, നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ മാറാൻ പടച്ചോൻ കാണിച്ചു തന്നൊരു വഴിയായിരിക്കും. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞു ഉമ്മ. അല്ല, എപ്പോഴേക്കാ മോൾക്ക് ജോയിൻ ചെയ്യാനുള്ളത്? അതോ, അവിടേക്ക് ഇനി 2 ആഴ്ച കൂടി ഉണ്ട്. അത് കഴിയുമ്പോഴേക്കും ചെന്നാൽ മതി. അവിടെ അടുത്ത് തന്നെ ഇങ്ങനെ താമസിക്കുന്നവർക്കുള്ള ഹോസ്റ്റലൊക്കെ ഉണ്ട്. അവിടെ ഒരു അഡ്മിഷൻ എടുക്കണം. അത്രേ വേണ്ടു ഉമ്മ. ഉമ്മ വിഷമിക്കണ്ട കേട്ടോ. അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു 18,000-20,000 സാലറി ഉണ്ടായിരുന്നു. നാട്ടിൽ അന്വേഷിച്ചതൊക്കെ 12-15 അപ്പുറം ഒന്നും പോകുന്നില്ല. ഇത് കുറച്ചധികം സാലറി ഉണ്ട്. പോരാത്തതിന് ഹോസ്റ്റൽ ഫീസ് അധികം കൊടുക്കുകയും വേണ്ട. അപ്പോൾ പിന്നെ ഇത് അന്വേഷിച്ച് കിട്ടിയ ജോലികളിൽ ഇത് മുതലാണ്. കഷ്ടപ്പാടിൽ നിന്ന് ദൈവമായി കാണിച്ചു തന്നൊരു കാര്യമല്ലേ. അതൊക്കെ ഓർത്ത് അന്ന് സന്തോഷത്തോടു കൂടിയാണ് ഉമ്മയും മോളും ഉറങ്ങിയത്. അല്ല, ഇവരെ പറ്റി പറഞ്ഞില്ലല്ലോ. നാട്ടിലെ 2 പ്രധാന നോട്ടപ്പുള്ളികൾ. ആരുടെ നോട്ടപ്പുള്ളിയാണെന്നോ? ചെറുപ്പക്കാരുടെ മാത്രമല്ല, അല്പം പ്രായമുള്ളവർക്കും എന്നും കണ്ണിന് വിരുന്നാണ് ഈ ഉമ്മയും മോളും. സാജിദ ആ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നവളാ. ഇഷ്ടപ്പെട്ട് ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോന്നതായിരുന്നു അവൾ. അതുകൊണ്ട് പറയത്തക്ക കുടുംബക്കാരൊന്നും ഇപ്പോ ഇല്ല. അയാളൊരു അന്യമതസ്ഥനായിരുന്നു. അയാളുടെ പേര് രാജീവ് എന്ന്. രാജീവ് മരിച്ചിട്ടിപ്പോ 8-9 കൊല്ലമായി. മോള് കുഞ്ഞായിരുന്നപ്പോ അവൾ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തി ഇത്ര ആക്കിയത്. ഒരുപാട് പ്രായം തോന്നിക്കുന്നുണ്ട് ഇപ്പോൾ സാജിദയ്ക്ക്. വേറൊന്നും കൊണ്ടല്ല, വയസ്സുമില്ല, ചെറുപ്പമാണെന്നുണ്ടെങ്കിലും ഈ കഷ്ടപ്പാടും ടെൻഷനടിയും ഒറ്റയ്ക്കുള്ള ജീവിതവുമെല്ലാം അവളെ മാനസികമായി ഒരുപാട് തളർത്തിയിട്ടുണ്ട്. വീട്ടിലെ ജോലിക്കും മറ്റുമായി മോളൊന്ന് റെഡിയായി പ്രായമായി വന്നപ്പോഴേക്കും സാജിദയുടെ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് ഒതുങ്ങി കേട്ടോ. എങ്കിലും വളർന്നു വരുന്ന പെൺകുട്ടിയല്ലേ, അടച്ചുറപ്പുള്ള ഒരു കൂരയില്ലാത്തതാണ് ഒന്നാമത്തെ പ്രശ്നം. അതുമാത്രമല്ല, അവളെ ഇനി വിവാഹം കഴിപ്പിക്കണം. അതിനുള്ള ചെലവൊക്കെ ഓർത്താൽ ആ ഉമ്മയ്ക്ക് ചുരുക്കത്തിൽ രാത്രികളിൽ ഉറക്കമുണ്ടാവാറില്ല. അങ്ങനെ ഇരിക്കുകയാണ് അവളിപ്പോൾ അതാ മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നത്. അവളുടെ കാര്യം സേഫായി, അല്ലെങ്കിൽ സുരക്ഷയുള്ളൊരു മുറിയിൽ കിടന്ന് ഉറങ്ങാമെന്നതിൽ അവർക്ക് സന്തോഷമുണ്ട്. പക്ഷെ തൻ്റെ കാര്യമോ? ഒറ്റയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ വല്ല കള്ളനും വന്നാലോ? മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ടാവുക മാനുഷിക സഹജമല്ലേ. സാജിദയ്ക്ക് ഉറക്കം പോവാൻ അതൊരു പുതിയ കാരണമായിരുന്നു. അന്ന് രാത്രി കഞ്ഞി കുടിക്കാനിരിക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ പാത്രത്തിൽ സ്പൂൺ ഇട്ടുകൊണ്ട് ചുമ്മാ ഇരിക്കുകയാണ് ആലോചനയിൽ. ഉമ്മ എന്തേ കഴിക്കാത്തേ? കറിക്ക് രുചിയില്ലേ? ഞാൻ നന്നായിട്ടാണല്ലോ ഉണ്ടാക്കിയത്. കറിയൊക്കെ നല്ലതാ മോളെ. ഉമ്മ ഓരോന്ന് ആലോചിക്കായിരുന്നു. ഉമ്മയുടെ സ്വഭാവം അവൾക്കറിയാം. ഉമ്മ വെറുതെ ആലോചിച്ച് പ്രഷർ കൂട്ടണ്ട. എല്ലാത്തിനുമുള്ള വഴി നമുക്ക് ഈശ്വരൻ കാണിച്ചു തരും.
ഉമ്മ സമാധാനായിട്ടിരിക്കുക. അതെ, രണ്ടാളും പ്രാർത്ഥിച്ചു കിടന്നുറങ്ങി. ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മെല്ലിച്ച കോലമായിരുന്നു സാജിദയുടെ മോൾ ഫസീല. എന്നാലൊരു 18 വയസ്സ് കഴിഞ്ഞപ്പോൾ അവൾ ആകെ അങ്ങ് മാറി കേട്ടോ. നല്ല തുടുത്ത് ഒരാപ്പിള് പരുവത്തിലായി പെണ്ണ്. അതുകൊണ്ടെന്താ, ആ തട്ടമിട്ട് പുറത്തിറങ്ങിയാൽ അവളെ കണ്ണുവയ്ക്കാത്ത ആൾക്കാർ കുറവാ. നല്ല സുന്ദരി, ചോര തൊട്ടെടുക്കാൻ പാകത്തിനുള്ള നിറം. ആ നിറത്തിനൊപ്പം നല്ല സൂപ്പർ ഷേപ്പും. മുൻഭാഗവും പിൻഭാഗവും ഒക്കെ ഒരേ ത്രാസിൽ തൂക്കിയെടുത്തതുപോലെ പാകത്തിന് ഒരേ അളവിൽ നിൽക്കും. അത്രയ്ക്കുണ്ട് അതിൻ്റെയൊക്കെ വലുപ്പം. എങ്ങനെ മോശമാകാൻ? ഉമ്മയും ചില്ലറക്കാരിയല്ലല്ലോ. നല്ല ഒന്നൊന്നര സാധനം തന്നെയാണ് അവളുടെ ഉമ്മ സാജിദയും. ഇപ്പൊ കുറച്ച് പ്രായം തോന്നിക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ ഒരു മുടി പോലും തലയിൽ നരച്ചിട്ടില്ല കേട്ടോ. വയസ്സ് ഒരു 39-40 കാണും എന്നല്ലാതെ ആ പ്രായമായതിൻ്റെ ചെറിയൊരു ആയാസവും അല്പം ഫാറ്റ് അടിഞ്ഞിട്ടുണ്ട് ശരീരത്തു എന്നല്ലാതെ വേറൊരു കുഴപ്പവുമില്ല. പിന്നെ ഈ താത്തച്ചി പെൺകുട്ടികൾക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. അല്പം കൊഴുപ്പടിയുന്നതാണ് അവരുടെ ശരീരത്തിന് ഭംഗിയല്ലേ. ഏതാണ്ട് ആ ഗണത്തിൽ കൂട്ടാൻ സാജിദയെ. നല്ല നെയ്യ് മുറ്റിയ ഒരൊന്നൊന്നര ആന്റി. ആ ഉമ്മയും മോളെയും ഒന്നിച്ചു പോകുന്നത് കണ്ടാൽ കണ്ണെടുക്കാതെ ഇങ്ങനെ എല്ലാവരും നോക്കി നിൽക്കും. ഉമ്മയെ നോക്കണോ മോളെ നോക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ്. ഉമ്മയ്ക്ക് കുറച്ച് പൊക്കം കുറവാ. പക്ഷെ മോളങ്ങനെയല്ല. അവളുടെ അച്ഛൻ്റെ അതേ ഉയരമാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. ഉയരം കൂടെ ആകുമ്പോൾ ആ ഫിഗർ കുറച്ചും കൂടെ സൂപ്പർ ആകും അല്ലേ. നല്ല സുന്ദരിയായ അവളെ ദൂരേക്ക് പറഞ്ഞയക്കാനും ഉമ്മയ്ക്ക് ചെറിയ പേടിയുണ്ട്. ഏതെങ്കിലും അപകടത്തിൽ ചെന്ന് താൻ ചാടിയതുപോലെ ചാടുമോ എന്നും അതല്ലാതെ ആരെങ്കിലും അവളെ കുത്തിക്കൊണ്ടു പോകുമോ എന്നൊക്കെ ഒരു ഉമ്മയ്ക്കുണ്ടാവുന്ന എല്ലാ ടെൻഷനും സാജിദയ്ക്കുണ്ടായിരുന്നു. പക്ഷെ അവളോട് തുറന്നു പറയാനൊരു മടി. അങ്ങനെ ഇരിക്കെ അവരുടെ ഒരു കൂട്ടുകാരിയുടെ വിവാഹം. എന്നായാലും പോയേ പറ്റൂമ്മ. അവൾ അത്രയും കാര്യമായിട്ട് വിളിച്ചതാ. രണ്ടുപേർക്കും കല്യാണത്തിന് പോകാനായിട്ട് വളരെ സന്തോഷമായിരുന്നു. ചെറുപ്പം മുതൽ ഫസീലയുടെ ഒപ്പം പഠിച്ചു വളർന്ന കുട്ടിയാണ് അവൾ. പേര് മിന്നു. മിന്നുവിന്റെ നിക്കാഹിന് അവർ പോയി കേട്ടോ. അവിടെ പോകുമ്പോൾ അതാ ഉമ്മ പെട്ടെന്ന് കറങ്ങി വീഴുകയാണ്. എന്ത് പറ്റിയെന്ന് അവൾക്ക് മനസ്സിലായില്ല. നല്ല ആളുണ്ട്. 1000-ലധികം പേർ കല്യാണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത്രയും വലിയ സൂപ്പർ ഫംഗ്ഷനാ നടന്നിരുന്നേ. അതിനിടയിൽ ആ തിരക്കിൽ അങ്ങോട്ടേക്ക് നടക്കാൻ തന്നെ അവർ കുറച്ച് പാടുപെട്ടു. അപ്പോഴാണ് ഈ ആൾക്കാരുടെ ഇടയിലേക്ക് ഉമ്മ തട്ടി വീഴാൻ പോകുന്നത്. തട്ടിയതോ ആരെയാണ് എന്ന് ഉമ്മയും നോക്കി നടന്നുടടോ. തന്റെ മുഖത്തെന്താ കണ്ണില്ലേ? തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുത്തെ പള്ളിയിലെ ഉസ്താദാണ്. അയ്യോ സോറി, ഞാൻ കണ്ടില്ലെത്താ. കണ്ടില്ലാന്നോ? തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അത് ഉസ്താദാണെന്ന് മനസ്സിലായി. സാജിദ ഒന്ന് ചിരിച്ചു. അയ്യോ, ഞാൻ കണ്ടില്ലായിരുന്നു, ഉസ്താദാണെന്ന് അറിഞ്ഞില്ല. അയാൾ ചിരിച്ചു. ഞാൻ അല്പം ധൃതിയിലായിരുന്നു. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇത്തേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അങ്ങോട്ടേക്ക് ആ സമയം ഫസീല ഓടി വന്നു. എന്തു പറ്റി ഉമ്മ? ഒന്നുമില്ല മോളെ, ഒന്ന് വീഴാൻ പോയതാ. ശരി. രണ്ടുപേരും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനൊക്കെയായി പോയി. വധുവിനെയും വരനെയും അനുഗ്രഹിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നു. 2 ദിവസം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അതാ അന്ന് കണ്ട ഉസ്താദ്. അയാൾ ഓടി വന്ന് ഇവരോട് സംസാരിച്ചു കേട്ടോ. ഏതോ മുൻജന്മ പരിചയമുള്ളതുപോലെ നല്ല സൗഹൃദത്തിലാണ് അയാൾ പെരുമാറിയത്. എന്റെ പേര് ഉസ്മാൻ എന്നാണ്. നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? എവിടെയാ താമസിക്കുന്നേ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പങ്കുവച്ചു. ശരിക്കും പറഞ്ഞാൽ എന്റെ നാട് ഇവിടെയല്ല, മലപ്പുറത്താണ്. ഇപ്പോൾ ഈ നാട്ടിൽ വന്നിട്ട് കുറച്ചായി. അങ്ങനെ ചോദിക്കാതെ തന്നെ ഫസീലയോടും ഉമ്മയോടും അയാൾ എല്ലാ വിവരങ്ങളും പങ്കുവച്ചു. ഫസീലയ്ക്ക് പുള്ളിയെ നന്നായി ബോധിച്ചു കേട്ടോ. നല്ല ചുള്ളൻ. ഒരു 28 വയസ്സേ പറയൂ. കാണാൻ നമ്മുടെ സിനിമാ നടൻ ഉണ്ണി മുകുന്ദനെ പോലെയുണ്ട്. അപ്പൊ പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉസ്മാനാണെങ്കിലോ രണ്ടുപേരെയും നോക്കി ചിരിച്ച് സന്തോഷത്തോടെയാണ് വർത്താനം പറയുന്നത്. അന്ന് ഞാൻ ഇത്തയെ മനഃപൂർവ്വം തട്ടിയതല്ല കേട്ടോ, കാണാഞ്ഞിട്ടാണ്, ക്ഷമിക്കണം. സാജിദ ചിരിച്ചു. അതൊന്നും സാരമില്ല, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. എങ്കിൽ ശരി, നിങ്ങളുടെ വീട് അടുത്ത് തന്നെയാണോ? അയാൾ വീണ്ടും വീടിനെ പറ്റി ചോദിക്കുമ്പോഴേക്കും സാജിദയ്ക്കൊരു മടുപ്പായി. എന്തായിരുന്നു? അല്ല, എനിക്ക് നന്നായി ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കുടിക്കാനായിരുന്നു. ഇവിടെ പരിചയക്കാരൊന്നുമില്ല.
കടയിൽ നിന്ന് വാങ്ങിക്കുടിക്കാൻ വിശ്വാസം പോരാ. ഈ സ്ഥലങ്ങളിൽ അത്ര ശുദ്ധജലം കിട്ടാനില്ലെന്നൊക്കെ പത്രത്തിൽ കണ്ടിരുന്നു. സാജിദയ്ക്കൊരു അസ്വസ്ഥത. ഈശ്വര, ആ വൃത്തിയില്ലാത്ത ചെറിയ കുടിലേക്ക് എങ്ങനെ ഇയാളെ കൊണ്ടുപോകും? എങ്കിലും ഫസീലയ്ക്ക് അങ്ങനത്തെ കാര്യത്തിൽ യാതൊരു കോംപ്ലക്സും ഇല്ലായിരുന്നു. അതിനെന്താ, ഉസ്താദ് വന്നോളൂ. ഉമ്മ അവളുടെ കയ്യിൽ പിടിച്ച് ഒന്ന് ദേഷ്യത്തിൽ തലകുലുക്കി. വേണ്ട മോളെ, ഉമ്മ ചുമ്മായിരി. അതിനിപ്പോ എന്താ? നമ്മളെപ്പോലെ ഒരുപാട് പാവങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ. ഇതൊന്നും മോശപ്പെട്ട കാര്യമല്ല. ഉമ്മ വരും, അയാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോരെ. അവർ മൂന്നുപേരും സംസാരിച്ചുകൊണ്ട് നടന്ന് വീട്ടിലേക്കെത്തി. വീട് കാണുമ്പോഴേക്കും ഉസ്മാൻ അല്പം മടിയുണ്ടാകുമെന്നും അകത്തേക്ക് കയറില്ലായെന്നുമൊക്കെയാണ് അവർ വിചാരിച്ചത്. എന്നാൽ ഇവർക്ക് മുമ്പേ അകത്തേക്ക് കയറി ആ കസേരയിലിരുന്നു. അല്പം നരച്ച നിറമുള്ള ആ പ്ലാസ്റ്റിക്കുകളൊക്കെ പൊളിഞ്ഞിരിക്കുന്ന കസേരയിൽ ഒരു മടിയുമില്ലാതെ ഇരുന്നിട്ട് ഉസ്താദ് ചിരിച്ചു. എന്നാൽ വെള്ളം എടുത്തോളൂ. ഫസീല വെള്ളമെടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും അടുത്ത് നിൽക്കുന്ന സാജിദയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരുന്നു. എന്തു പറ്റിയിത്ത? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് മോനെ, ഞാനൊരു കാര്യം പറയട്ടെ. സാമ്പത്തികമായിട്ട് ഒരുപാട് കാലമായി ഞങ്ങൾ കഷ്ടപ്പെടുവാണ്. ഇത്രയും സ്നേഹത്തോടെയും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനുമൊന്നും ആരും ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല. ആദ്യമായി ഒരു അതിഥി വന്നതിന്റെ സന്തോഷമാണ്. ഞാനും എൻ്റെ ഈ പ്രായമെത്തിയ മോളും ഒരുപാട് നാളായി സങ്കടത്തിലാണ് കഴിയുന്നത്. ഇപ്പോൾ മോനിവിടെ വന്നപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അവരുടെ ആ അവസ്ഥ അവന് മനസ്സിലായിരുന്നു. ഇത്ത, ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഞാനും വളർന്നു വന്നത്. എനിക്കിതൊക്കെ മനസ്സിലാവും. വിഷമിക്കണ്ട കേട്ടോ, പടച്ചോനെല്ലാം കാണുന്നുണ്ട്. അടുത്തേക്ക് വന്ന ഉസ്മാൻ സാജിദയുടെ തോളിൽ കൈവച്ചു. അപ്പോഴേക്കും ഫസീല ഒരു ഗ്ലാസ് വെള്ളവുമായി അങ്ങോട്ടേക്ക് വന്നിരുന്നു. എത്ര വയസ്സുണ്ട് ഫസീലയ്ക്ക്? അവൾ ചിരിച്ചുകൊണ്ട് 20 എന്ന് പറഞ്ഞു. ആഹാ, അപ്പോൾ ഉടനെ നിക്കാഹ് കഴിപ്പിക്കണല്ലോ. സാജിദ വീണ്ടും ഒന്ന് പരിങ്ങി. ഈ അവസ്ഥയിൽ നിക്കാഹിനൊന്നും ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ വകയില്ല. അവൾക്കൊരു സ്ഥലത്ത് ജോലി കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ പോയി സ്വയം പര്യാപ്തത നേടുമ്പോൾ കല്യാണം മതിയെന്നാണ് അവൾ പറയുന്നത്. ആഹാ, കൊള്ളാമല്ലോ ഫസീല. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മിടുക്കി കുട്ടികളാണ് വേണ്ടത്. അയാൾ അവളെ അഭിനന്ദിച്ചു. ഉസ്താദിൽ നിന്ന് അങ്ങനെ ഒരു സംസാരം കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമായി കേട്ടോ. വെള്ളം കുടിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി. എങ്കിൽ ശരി, ഞാൻ പോവുകയാണ്. പിന്നീട് എവിടെ വെച്ചെങ്കിലും നമുക്ക് കാണാമേ. ഓക്കെ, ബൈ ബൈ എന്നവർ പറഞ്ഞു. അയാൾ അവിടെ നിന്ന് പോയി. എന്ത് നല്ല പയ്യനല്ലേ മോളെ, സാജിദ ഫസീലയോട് പറഞ്ഞു. അതെ, അവളുടെ മുഖത്തതാ ചെറിയ നാണം വരുന്നുണ്ട്. സാജിദ അത് ശ്രദ്ധിക്കാതെയും ഇരുന്നില്ല. ഇതുപോലെ ഒരു മോനുണ്ടായിരുന്നെങ്കിൽ തന്റെ കുടുംബത്തിന് എന്താണ് രക്ഷപ്പാടായേനെ. വൈകാതെ ഫസീലയുടെ കാര്യം ആ ഉസ്താദിനോടൊന്ന് സൂചിപ്പിക്കണം. പറ്റുമെങ്കിൽ മോൻ തന്നെ അവളെ വിവാഹം കഴിക്കാമോ എന്ന്. തങ്ങളുടെ ഈ സാഹചര്യമൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ നല്ലതല്ലേ, അവൾ ഓർത്തു. അന്ന് സന്തോഷത്തോടെയാണ് സാജിദ ഉറങ്ങിയത്. വീണ്ടും വീണ്ടും പല സ്ഥലങ്ങളിൽ വെച്ച് അവർ കാണുകയും ഇടയ്ക്കിടയ്ക്ക് പരിചയം പുതുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയിൽ എനിക്കൊരു ഉമ്മയില്ലെന്നും ഞാനും ഉമ്മയെന്ന് വിളിച്ചോട്ടെ എന്നും ഒരിക്കൽ സാജിദയോട് ചോദിച്ചു ഉസ്മാൻ. അതിനെന്താ മോനെ, അങ്ങനെ തന്നെ വിളിച്ചോളൂ എന്നായിരുന്നു സാജിദ പറഞ്ഞത്. തനിക്കൊരു മോനെ കൂടെ കിട്ടി എന്നുള്ള സന്തോഷത്തിലായിരുന്നു അവൾ. പിന്നീട് ഒരുപാട് നാൾ കഴിഞ്ഞുപോയി. അവരുടെ പരിചയം ഇപ്പോൾ 2 വർഷത്തോളമായി കേട്ടോ. അതിനിടയിൽ പല സമയങ്ങളിലായി ഉസ്താദ് അവിടെ വരാറുണ്ട്. അവരെ കണ്ട് സംസാരിക്കാറുമുണ്ട്. അതിനിടയിൽ ഏതോ ഒരു നിമിഷത്തിലാണ് അത് സംഭവിച്ചു പോയത്. ഇപ്പോൾ ഫസീല ജോലിക്ക് വേണ്ടിയിട്ട് ആ പോയ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൾ നാട്ടിലേക്ക് വരും. ഉമ്മയെ ഫോൺ വിളിച്ച് കാര്യമായി സംസാരിക്കാറുണ്ട്. ഉമ്മയ്ക്ക് കാര്യമായി ഫോൺ ഉപയോഗിക്കാനൊന്നും അറിയില്ലായിരുന്നെങ്കിലും ഉസ്മാനാണ് ഒരു വില കുറഞ്ഞതാണെങ്കിലും ഒരു ഫോൺ വാങ്ങിക്കൊടുത്തതും അതിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതും. അതിൻ്റെയൊക്കെ നന്ദി ആ ഉമ്മയ്ക്ക് എപ്പോഴും അയാളോടുണ്ടാവും. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്കായി പലതവണ അയാൾ പൈസ കൊടുത്തിരുന്നു. വീടിന്റെ ചോർന്നൊലിക്കുന്ന ഭാഗവും ഓരോ അരികും മൂലയും അടുക്കളയും അങ്ങനെ എന്ന് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. എന്നെ ഒരു മോനെ പോലെ കണ്ടാൽ മതിയെന്നും സ്വന്തം മോൻ തരുന്നതാണെന്ന് വിശ്വസിച്ചാൽ മതിയെന്നും ഒക്കെ ഉസ്മാൻ പറഞ്ഞപ്പോൾ അവർ മനസ്സ് നിറഞ്ഞതൊക്കെ വാങ്ങിപ്പോയി. കാലം കുറെ കഴിഞ്ഞു. ഒരു ദിവസം അവിടെ സാജിദ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് ഉസ്മാൻ വന്നിട്ട് ഒരു 15 മിനിറ്റോളമായി. പതിവ് പോലെ സംസാരിച്ച് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചുകൊണ്ടാണ് ഉസ്മാൻ ഇരിക്കുന്നത്.
ഒരു നിമിഷത്തിൽ അയാൾ അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചാൽ ഉമ്മ നിഷേധിക്കുമോ? എന്റെ മോൻ ചോദിച്ചാൽ എനിക്കൊന്നും നിഷേധിക്കാൻ കഴിയില്ല. അത്രയും വലിയ കാര്യങ്ങളൊക്കെയല്ലേ മോൻ ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ കയ്യിലിരുന്ന ഗ്ലാസ് എടുത്ത് ഉസ്മാൻ മേശപ്പുറത്ത് വെച്ച് എഴുന്നേറ്റു. സാജിദയുടെ അടുത്തേക്ക് നീങ്ങി. അവർ എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഒരു നിമിഷം കഴിഞ്ഞില്ല, അതിനു മുന്നേ ഉസ്മാൻ അവരെ കടന്നു പിടിച്ചു. സാജിദ ഞെട്ടി. ഒറ്റ കൈകൊണ്ട് അവർ ഒന്ന് തള്ളാൻ നോക്കിയെങ്കിലും പറ്റിയില്ല. അയാൾ അവരെ വീണ്ടും വീണ്ടും കെട്ടിപ്പുണർന്നുകൊണ്ടിരുന്നു. ഉസ്മാനെ, നീ എന്താ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? അവർ തള്ളിമാറ്റി. നീ ഉമ്മയെന്ന് വിളിച്ചത് സ്നേഹത്തോടെയാണെന്ന് ഞാൻ വിചാരിച്ചു പോയി. പക്ഷെ നിന്റെ മനസ്സിൽ ഇത്രയും വലിയ മോശമായിട്ടുള്ളൊരു ചിന്ത എന്നെപ്പറ്റി ഉണ്ടായിരുന്നോ? നിനക്കറിയാമോ, എന്റെ മോളെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചതാ നിന്നെക്കൊണ്ട്. അത്രയും എനിക്ക് ഇഷ്ടമായിരുന്നു നിന്നെ. ഉസ്മാൻ ഒരു പുഞ്ചിരിച്ചു. ഉമ്മയോട് ഞാൻ ചോദിച്ചത് എന്താന്ന് മനസ്സിലായോ? എനിക്ക് സ്നേഹം തരാമോ എന്ന്. ഒരമ്മയായിട്ടുള്ള എല്ലാ രീതിയിലും നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്കിനി വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തേ? അതെന്താണ്? സാജിദ ചോദിച്ചു. അതോ, ഒരുപാട് നാളായി എന്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട്. അതാരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. താല്പര്യമില്ലാതെ സാജിദ മുഖം തിരിച്ചു. അത് ഈ നിൽക്കുന്ന സാജിദയാണ്. അവർ അത്ഭുതത്തോടെ ഉസ്മാന്റെ മുഖത്തേക്ക് നോക്കി. സത്യമായിട്ടും എനിക്ക് നിങ്ങളോട് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഇഷ്ടമല്ല. ആദ്യമായി നമ്മൾ കണ്ടപ്പോൾ തുടങ്ങി എന്തോ എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണ്, തമാശയായിട്ട് എടുക്കരുത്. ഉമ്മയ്ക്ക് മറ്റു പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? സാജിദയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവനെ തള്ളി ഇപ്പോൾ പുറത്താക്കണമെന്ന് അവർക്ക് തോന്നി. പക്ഷേ നാട്ടുകാർ മറ്റെന്തെങ്കിലും രീതിയിൽ പറഞ്ഞുണ്ടാക്കും. അത് മാത്രമല്ല, ഉസ്മാനും ഇനി വേറെ എന്തൊക്കെയാണ് തങ്ങളെപ്പറ്റി പുറത്ത് പറഞ്ഞു നടക്കുക എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം, അവൾ മനസ്സിലോർത്തു. സങ്കടം കൊണ്ട് സാജിദ നിലവിളിച്ചു തുടങ്ങിയിരുന്നു. ചതിക്കരുത് മോനെ, ഞങ്ങൾ വളരെ വിഷമിച്ച് കഴിഞ്ഞു പോകുന്നൊരു കുടുംബമാണ്. എന്റെ മോളിപ്പോ വേറെ സ്ഥലത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഭക്ഷണം തന്നെ കഴിച്ചു പോകുന്നേ. അതിനിടയിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരരുത്. നല്ലൊരാളാണെന്ന് വിചാരിച്ചാണ് ഞങ്ങളെ കൂടെ നിന്നെ കൂട്ടിയത്. പ്ലീസ്. സാജിദ കൈകൂപ്പി. ഉസ്മാൻ അടുത്തേക്ക് വരുമ്പോൾ അവൾ പേടികൊണ്ട് പുറകോട്ട് മാറിയിരുന്നു. സാജിദയുടെ തോളിൽ പിടിച്ച് അവൻ ആ ബെഡിലേക്ക് ഇരുത്തി പറഞ്ഞു, ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. തമാശയൊന്നുമല്ല. ഉമ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഫസീലോട് സംസാരിക്കാം. എല്ലാവരും അറിയൊന്നും വേണ്ട. പള്ളിക്കാരും അത്യാവശ്യമുള്ള ബന്ധുക്കളും മാത്രം അറിഞ്ഞിട്ടുള്ള ഒരു ചെറിയ നിക്കാഹ്, അത്രയും മതി. പ്രായക്കൂടുതലും പ്രായക്കുറവൊന്നും എനിക്കൊരു പ്രശ്നമല്ല. സാജിദയെ ഞാൻ അത്ര സ്നേഹിക്കുന്നുണ്ട്. നീ വീട്ടിൽ ഇങ്ങനെ കിടന്ന് നരകിച്ചാൽ മതിയോ? എനിക്ക് നല്ലൊരു വീടുണ്ട്, അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുപോകാം. ഫസീലയെ സാജിദയെ ഞാൻ പൊന്നുപോലെ നോക്കാം. വിവാഹം കഴിപ്പിച്ച് ഫസീല അയക്കുകയും ചെയ്യാം. ഫസീലയുടെ മനസ്സിൽ സങ്കടത്തിന്റെ ഒരു കടലായിരുന്നു. ഈശ്വര, ഇവരെന്തൊക്കെയാ പറയുന്നേ? ഇവനെ സ്വപ്നം കണ്ടാണല്ലോ തന്റെ മോളിപ്പോ ഉറങ്ങാറുള്ളത്. അവളോട് ഞാൻ എന്തു പറയും? അത് കേട്ടപ്പോൾ ഉസ്മാൻ ചിരിച്ചു. ആവശ്യമില്ലാതെ, അല്ലെങ്കിൽ എന്നോട് ചോദിക്കാതെ രണ്ടുപേരും കൂടെ ഓരോന്ന് തീരുമാനിച്ചിട്ടല്ലേ? സാരമില്ലെന്നേ, അവൾ പഠിച്ച കുട്ടിയല്ലേ, പറഞ്ഞാൽ മനസ്സിലാവും. കാര്യമായിട്ട് ഉമ്മ അന്വേഷിക്കട്ടോ. ഉമ്മയല്ല, സാജിദ, അവൻ സ്വയം തിരുത്തി പറഞ്ഞു. അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു ചിരി വരുത്തി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സാജിദയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു. അന്ന് മോള് ഫോൺ വിളിച്ചപ്പോഴും അവൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അല്ലെങ്കിൽ തന്നെ അവളോട് എന്താ പറയണ്ടേ? നീ സ്നേഹിക്കുന്ന പുരുഷൻ ഇന്ന് എന്നെ വിവാഹ അഭ്യർത്ഥന നടത്തിയെന്നോ? അവൾക്ക് ആലോചിച്ചിട്ട് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. ചിലപ്പോൾ ഉസ്മാൻ തങ്ങളുമായുള്ള ബന്ധം ഉപേക്ഷിക്കുമായിരിക്കും. അതുപോലെ കടുത്ത വാക്കുകളൊക്കെ അല്ലേ താൻ അയാളോട് പറഞ്ഞത്? സാജിദയുടെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഉസ്മാൻ അങ്ങോട്ടേക്ക് വന്നു. എന്നാൽ ഇത്തവണ പള്ളിയിൽ നിന്ന് മറ്റൊരു മുസ്ലിയാരും കൂടെ ഉണ്ടായിരുന്നു. അയാൾ അല്പം കൂടി പ്രായം ചെന്ന ഒരു മുതിർന്ന ആളായിരുന്നു. ഉസ്താദെ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ത്രീ. അയാൾ ചിരിച്ചു. അകത്തേക്ക് വരൂ. സാജിദ് രണ്ടുപേരെയും ക്ഷണിച്ച് കസേരയിട്ട് കൊടുത്തു. ഇവൻ എന്നോട് ഒരു വിവാഹത്തിന്റെ കാര്യം പറഞ്ഞു. സാജിദയാണ് അവരുദ്ദേശിക്കുന്നതെന്ന് കേട്ടപ്പോൾ എനിക്ക് നല്ലതായി തോന്നി. ഫസീലയ്ക്കാണെങ്കിൽ വിവാഹപ്രായം ആവുന്നല്ലേ ഉള്ളൂ, 20 വയസ്സല്ലേ ഉള്ളൂ അവൾക്ക്.
അതിലും നല്ലത് സാജിദയെ വിവാഹം കഴിക്കുന്നത് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് ഫസീലയും വിവാഹം കഴിപ്പിച്ചു വിടാം. നിങ്ങളെപ്പറ്റി ഉസ്മാൻ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പറയത്തക്ക ബന്ധുക്കളില്ല എന്നറിയാം. എങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ വിളിച്ച് കാര്യം അവതരിപ്പിച്ചോളൂ. എല്ലാവരുടെയും സമ്മതത്തോടെ അധികം താമസിക്കാതെ തന്നെ നമുക്ക് ഈ നിക്കാഹ് നടത്താം. അത് കേട്ടപ്പോൾ അയാൾ തമാശ പറഞ്ഞതല്ലെന്നും തന്നോടുള്ള ഇഷ്ടം കാര്യമായിട്ടാണെന്നും സാജിദക്ക് മനസ്സിലായി. ആദ്യമായി അവളുടെ മനസ്സിൽ സന്തോഷം കൊണ്ടൊരു പുഞ്ചിരി വിരിഞ്ഞു. അത് കണ്ട് ഉസ്താദിനും ഉസ്മാനും സന്തോഷമായി. അവർ മടങ്ങിപ്പോയി. സാജിദയ്ക്ക് മനസ്സിൽ ഇപ്പോൾ വല്ലാത്തൊരു വികാരമാണ്. എന്താണെന്നല്ലേ, നഷ്ടപ്പെട്ടു പോയ ആ ചെറിയ പ്രായം തിരിച്ചു കിട്ടിയതുപോലെ. നാണം കൊണ്ട് പലപ്പോഴും മുഖം ഇപ്പോൾ ചുവന്നായിരിക്കുന്നേ. ഉസ്മാനെ പറ്റിയാണ് അധിക സമയവും ചിന്ത. അല്ലെങ്കിൽ തന്നെ എങ്ങനെ ചിന്തിക്കാതിരിക്കും ആ മൊഞ്ചനെ. മോളോട് അല്പം സങ്കടത്തിലാണെങ്കിലും ഉള്ള കാര്യം തുറന്നു പറയണം. അവളിനിയും അവനെ മനസ്സിൽ വെച്ച് ഓരോന്ന് ആലോചിച്ചു കൂട്ടിയാൽ ചിലപ്പോൾ ഇതറിഞ്ഞാൽ സഹിക്കില്ല. പക്ഷെ എങ്ങനെ പറയും? ആ ചിന്തയിലൊക്കെ ആയിരുന്നു ആ സമയം സാജിദ. ഫോൺ ബെല്ലടിച്ച് അവൾ നോക്കുമ്പോൾ ഉസ്മാനാണ്. എന്താലോചിച്ച് നിൽക്കുക എന്റെ സുന്ദരിക്കുട്ടി? അവന്റെ സംസാരത്തിലെ ഭാഷ മാറിയപ്പോൾ തന്നെ അവൾക്ക് നാണം വന്നിരുന്നു. ഒന്ന് പോയേ ഉസ്മാനെ, വേണ്ടാട്ടോ. പിന്നീടുള്ള അവരുടെ സംസാരം മറ്റു പല രീതിയിലേക്ക് മാറിയിരുന്നു. ആ ഉമ്മയെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അവൻ പറയുമ്പോൾ അവൾ നാണം കൊണ്ട് പൂത്തുപോയി. പണ്ടെപ്പോഴോ തന്റെ ഭർത്താവായ രാജീവിനെ ആ സ്നേഹിച്ചിരുന്ന അതേ പ്രായത്തിലേക്ക് തിരിച്ചു പോയതുപോലെ. താനിപ്പോൾ ഒരു 22 വയസ്സുകാരിയായതുപോലെ തോന്നി അവൾക്ക്. വീണ്ടും വീണ്ടുമുള്ള അവരുടെ സംസാരങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും അതിരിവിട്ട് പോയി തുടങ്ങി. അതിപ്പോൾ സ്വാഭാവികമാണല്ലോ. തന്റെ പ്രായം 40 ഉസ്മാൻ മറ്റൊന്നും തന്നിൽ നിന്ന് അധികം പ്രതീക്ഷിക്കരുതെന്നും പറഞ്ഞപ്പോൾ 40 ഒരു പ്രായമേ അല്ലെന്ന് പറഞ്ഞ് അവൻ അവളെ തിരുത്തി. അല്ലെങ്കിലും മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റുന്ന പ്രായമല്ലേ ഈ 40 അതിനു മുകളിലേക്കുമുള്ളവരുടേത്. ഉസ്മാൻ ഓരോന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് മനസ്സ് നിറയുകയായിരുന്നു സാജിദയുടെ. അടുത്ത ദിവസം മോൾ അവിടെ ഇല്ലാത്തതിന്റെ ഉറപ്പിൽ ഉസ്മാൻ വന്നു. പക്ഷെ അവന്റെ മനസ്സിൽ മറ്റു പല കള്ളത്തരങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ആദ്യമായി അവൻ സാജിദയെ ചുംബിച്ചു. അടുക്കളയിൽ ജോലി ചെയ്ത് നിൽക്കുമ്പോൾ സർപ്രൈസായി പിന്നിലൂടെ വന്ന് കടന്നു പിടിച്ചുള്ളൊരു ചുണ്ടുവലിക്കൽ. അവളാകെ ഞെട്ടിപ്പോയെങ്കിലും അത് ഉസ്മാനാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം നാണം കൊണ്ട് പൂത്ത് തളിർത്തുപോയി സാജിദ. പിന്നീട് അവിടെ നടന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. എല്ലാ അർത്ഥത്തിലും ഉസ്താദ് അവളെ കവർന്നെടുത്തു. ഉസ്താദിന്റെ ആ തൊലിയില്ലാത്തത് അവൾ ആസ്വദിച്ചു തന്നെ എല്ലാം ചെയ്തു കൊടുത്തു. അയാളാവട്ടെ 10-20 കൊല്ലമായി ആളും അനക്കവുമില്ലാതിരുന്ന് സാജിദയുടെ പല ഭാഗങ്ങളിലും ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. സുഖത്തിന്റെ നിർവൃതിയിൽ മയങ്ങിയെന്നുറങ്ങിപ്പോയി സാജിദ. രണ്ടുപേരും ഒരുപാട് സമയം സന്തോഷത്തോടെ സല്ലപിച്ച് കിടന്നു. അതിനിടയിൽ എപ്പോഴോ ആണ് മയങ്ങിപ്പോയത്. പിന്നീട് അടുത്ത ദിവസം രാവിലെയാണ് അവിടെ നിന്ന് ഉസ്മാൻ മടങ്ങിപ്പോയത്. എല്ലാ അർത്ഥത്തിലും അയാളുടെ സ്വന്തമായി മാറിയതിൽ സാജിദയ്ക്ക് സന്തോഷവും അഭിമാനവുമായിരുന്നു. ഇത്രയും സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ആഗ്രഹിക്കാനും കൊതിക്കാനും മാത്രമുള്ളത് ഇപ്പോഴും തന്റെ ശരീരത്തിലുണ്ടെന്നോർത്ത് അവൾ അഭിമാനിച്ചു. അത് മാത്രമല്ല, ആ സ്വകാര്യ നിമിഷങ്ങളിൽ നീ എന്ത് സുന്ദരിയാണ്, ഇതൊക്കെ എന്ത് ഭംഗിയാണെന്നൊക്കെ അവൻ ഓരോന്ന് കണ്ട് അഭിനന്ദിക്കുമ്പോൾ അവൾക്ക് ഇത്രയും കാലം ഇല്ലാത്തൊരു സന്തോഷവും കോൺഫിഡൻസും ഒക്കെ കിട്ടിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ മോൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ എന്ന സങ്കടം മാത്രമായിരുന്നു സാജിദയ്ക്ക്. പോകെ പോകെ ഉസ്താദ് അവിടെ വരുന്നതും സാജിദയുമായുള്ള ഈ കൂടിച്ചേരലും സ്ഥിരമായി. അങ്ങനെയാണ് ഒരു ദിവസം നമ്മുടെ ഫസീല അങ്ങോട്ടേക്ക് വരുന്നേ. അവളും തീർച്ചയായി തനിക്ക് ഇൻക്രിമെന്റ് കിട്ടിയതും ബോണസ് കിട്ടിയതുമൊക്കെയുള്ള ഒരു തുകയുമായിട്ടാണ് വീട്ടിലേക്ക് ഇത്തവണ വരുന്നേ. ഉമ്മയ്ക്ക് സർപ്രൈസ് ആവട്ടെ എന്നും സഹായകമാകട്ടെ എന്നും വിചാരിച്ച് കയ്യിൽ കിട്ടിയ തുകയും കൂട്ടിപ്പിടിച്ച് അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നു. ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ വാങ്ങാനും മറന്നില്ല. ഒരു ജോഡി പുതിയ ഡ്രസ്സും വാങ്ങിയിരുന്നു. സന്തോഷത്തോടെ അവൾ വരുമ്പോഴേക്കും അല്പം ദൂരെയായി തന്നെ ഉസ്മാന്റെ ബൈക്കിരിക്കുന്നത് അവൾ കണ്ടു. ഉസ്മാൻ എന്താണ് ഇന്ന് വന്നിട്ടുണ്ടോ? ആഹാ, അപ്പോൾ അയാൾക്കും ഈ സ്വീറ്റ്സ് ഒക്കെ കൊടുക്കാലോ, അവൾ മനസ്സിലോർത്തു. വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഉമ്മയെ അവൾ ഫോൺ വിളിച്ചിട്ട് പോലും ഇല്ല. ഉമ്മ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. അതുകൊണ്ട് ഈ സർപ്രൈസ് പൊളിയരുതല്ലോ. അത് മാത്രമല്ല, ബൈക്ക് മാറ്റിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് മറ്റൊരു സംശയം. ബൈക്ക് എന്താണ് അവിടെ വെച്ചിരിക്കുന്നേ?
എപ്പോഴും വീടിന്റെ മുറ്റത്ത് തന്നെയല്ലേ ഉണ്ടാവുക. ഫസീല വീടിനടുത്ത് എത്തിയപ്പോഴേക്കും ഉസ്മാന്റെ ചെരുപ്പത പുറത്തു കിടക്കുന്നു. ആഹാ, രണ്ടുപേരും അകത്തുണ്ടല്ലോ എന്ന് കരുതി അവൾ അകത്തേക്ക് കയറുമ്പോഴേക്കും വാതിൽ കുറ്റിയിട്ടിട്ടില്ല. എന്താണ് അകത്ത് നടക്കുന്നതെന്നറിയാൻ കൗതുകത്തോടെ അവൾ കതക് തുറന്നു. അതാ ആ കാഴ്ച കണ്ടവൾ ഞെട്ടിപ്പോയി. ഉസ്മാനാണ് ആ ബെഡിലുള്ളത്. അവന്റെ അരികിലായി തന്റെ ഉമ്മയും. രണ്ടുപേരും നൂൽബന്ധമില്ലാത്ത അവസ്ഥയിലും. അതുമാത്രമല്ല, സംസാരം ഇപ്പോൾ തന്നെ പറ്റിയാണ്. ഇപ്പോ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഫസീല അറിഞ്ഞാലോ? അവൾ മനസ്സുകൊണ്ട് ഉസ്മാനെ ഒരുപാട് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഉസ്മാൻ ആശ്വസിപ്പിച്ചു. സാരമില്ല സജിത, അവളെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. എന്റെ മനസ്സിൽ അവളല്ല, അവളുടെ സുന്ദരി ഉമ്മയാണെന്നറിയുമ്പോൾ അവളെല്ലാം സമ്മതിക്കുമെന്നേ. അവളും നിന്നെപ്പോലെ ഒരു പാവമാണ്. അത് പറഞ്ഞപ്പോൾ ഉസ്താദിന്റെ നെഞ്ചിലേക്ക് കുറുക്കിക്കൊണ്ട് ചേർന്നു. നമ്മുടെ സാജിദ, എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. താൻ ഇത്രയും കാലം മനസ്സിൽ കണ്ടുകൊണ്ടിരുന്ന ആളായിരുന്നോ ഇത്? സങ്കടം കൊണ്ട് ഫസീലയുടെ മനസ്സ് വിങ്ങി പൊട്ടിപ്പോയി. അവൾ അവിടെ വായുപൊത്തി നിന്ന് അറിയാതെ നിലവിളിച്ചു പോയി. ഒരു നിമിഷമെങ്കിലും തന്റെ ഉമ്മയ്ക്ക് ഇതൊക്കെ തന്നോട് പറയാമായിരുന്നു. ഉമ്മ തന്നെ ഓരോന്ന് പറഞ്ഞ് ആശിപ്പിച്ചിട്ടിപ്പോ താൻ രണ്ടുപേരും കൂടെ ചതിക്കായിരുന്നല്ലേ. അവൾക്ക് പല കാര്യങ്ങളിൽ സങ്കടം തോന്നി. അവൾക്ക് പിന്നീട് വന്നത് മനസ്സ് നിറയെ ദേഷ്യമാണ്. ഉമ്മയോടും ഉസ്മാനോടുമൊക്കെ അവൾക്ക് കടുത്ത വെറുപ്പ് തോന്നി മനസ്സിൽ. എങ്കിലും ഇതൊന്നും അറിഞ്ഞതായി താനിപ്പോൾ ഭാവിക്കുന്നില്ല. സമയം വരട്ടെ, അന്നേരം രണ്ടുപേർക്കുമുള്ളത് താൻ കൊടുക്കാം എന്നുള്ളൊരു പ്രതികാര ബുദ്ധിയോടെ തന്നെ ഫസീല മനസ്സിൽ വിചാരിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ വീടിനടുത്തുനിന്ന് മാറി നിന്ന് അവൾ ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. ഫോൺ എടുക്കുമ്പോഴേക്കും ഉമ്മ പരുങ്ങുന്ന ശബ്ദത്തിലായിരുന്നു സംസാരിച്ച്. ഫസീല മോളോ, എന്താ ഈ സമയത്ത്? അല്ല, ഉമ്മയുടെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? സുഖമില്ലേ? സുഖമില്ലായ്മയൊന്നുമില്ല മോളെ, പറഞ്ഞോളൂ. ഞാനിന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ടുമ്മ. ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും. സർപ്രൈസ് ആയിട്ട് വരാമെന്നാ വിചാരിച്ചേ. പിന്നെ ഓർത്തു ഉമ്മയോട് പറയാമെന്ന്. നമ്മുടെ ഉസ്താദിനോടും ഞാൻ വരുന്നുണ്ടെന്ന് ഉമ്മ അറിയിക്കണേ. ഇതും പറഞ്ഞ് അവൾ കോള് വേഗം കട്ട് ചെയ്തു. ഉമ്മ എന്തായിരിക്കും പറയുന്നതെന്ന് ചെവിയോർത്തു. അയ്യോ ഉസ്മാനെ, ഫസീല വരുന്നുണ്ടെന്ന്. അവളിപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞത് നന്നായി. നീ വേഗം പൊയ്ക്കോ. ഈ അവസരത്തിൽ നിന്നെ ഇവിടെ കണ്ടാൽ അവൾക്ക് ചിലപ്പോൾ സംശയം തോന്നും. സംശയം തോന്നിയാൽ എന്താ? അവളോട് എപ്പോഴായാലും പറയേണ്ടതല്ലേ സാജിദ? അതിന് നമ്മൾ രണ്ടാളും ഇങ്ങനെ ഈ ഉടുതുണി ഇല്ലാതെ കട്ടിലിൽ കിടന്ന് പറയാൻ പറ്റുമോ? ഒരു വെരിങ്ങില് വേണ്ടേ അവളോട് പറയാൻ? ഉസ്മാൻ ഇപ്പോൾ ഇവിടുന്ന് പൊയ്ക്കോ. കുറച്ചു കഴിയുമ്പോൾ അവൾ വന്ന് 1 മണിക്കൂറാകുമ്പോഴേക്കും ഞാൻ വിളിക്കാം. അന്നേരം വന്നാ മതി. എങ്കിൽ ശരി. സാജിദയുടെ ഇഷ്ടം പോലെ. വസ്ത്രമൊക്കെ വാരിച്ചുറ്റി ആ തൊപ്പിയും തലയിൽ വെച്ച് ഉസ്മാൻ അവിടെ നിന്ന് സാജിദയോട് വിട പറഞ്ഞിറങ്ങി. ഇറങ്ങാൻ നേരം അവളുടെ നെറ്റിയിൽ അർപ്പിച്ച ചുംബനം കണ്ട് ഫസീലയുടെ നെഞ്ച് വീണ്ടും വിങ്ങിപ്പോയിരുന്നു. ബൈ പറഞ്ഞ് ഉസ്മാൻ വണ്ടിയും എടുത്ത് പോകുന്നത് നോക്കി ഫസീല അവിടെ മറിഞ്ഞു നിന്നു. ഏതാണ്ട് അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ അവൾ വീടിന്റെ മുന്നിൽ നിന്ന് മുട്ടി. ഉമ്മ കതക് തുറന്ന് അവളെ അകത്തേക്ക് ക്ഷണിച്ചു. വീട് മുഴുവനും നല്ല അത്തറിന്റെ മണമാണല്ലോ ഉമ്മ. എന്തു പറ്റി? അത് കഴിഞ്ഞ ദിവസം ഉസ്മാൻ വന്നപ്പോൾ ഒരത്തറ് കൊണ്ടുവന്നു. അതാ നിനക്ക് ഗിഫ്റ്റ് തന്നതാ. ഇതും പറഞ്ഞുകൊണ്ട് ഫസീലയുടെ കയ്യിലേക്ക് സാജിദ എടുത്ത അത്തർ കുപ്പി കൊടുത്തു. അവൾക്കുമ്മയോട് വീണ്ടും ദേഷ്യം തോന്നി. എന്തിനാണ് ഉമ്മ വീണ്ടും വീണ്ടും എന്റെ അടുത്ത് നുണ പറയുന്നത്? ഇപ്പോഴെങ്കിലും ഉമ്മയ്ക്ക് എന്നോട് സത്യം പറഞ്ഞോടായിരുന്നോ? അവൾ സങ്കടത്തോടെ ഓർത്തു. താൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഉമ്മയ്ക്ക് ഒരുപാട് സന്തോഷമില്ലെന്നും പകരം മനസ്സിലൊരു ആശങ്കയാണെന്നും അവൾക്ക് മനസ്സിലായി. ഉമ്മ എന്തെങ്കിലും എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടോ? അന്ന് രാത്രി രണ്ടുപേരും ഉറങ്ങാൻ കിടക്കുമ്പോൾ സാജിദ ചോദിച്ചു. ഈ നിമിഷമെങ്കിലും ഉമ്മ എന്നോടെല്ലാം തുറന്നു പറയുമെന്ന് അവൾ ഓർത്തിരുന്നു. പക്ഷേ ഇല്ല. അവൾ ഇത്തവണയും ഒന്നുമില്ലല്ലോ മോളെ, നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ് വിഷയം മാറ്റിവിട്ടപ്പോൾ ഫസീലയ്ക്ക് ദേഷ്യം കടുത്തു. എങ്ങനെയെങ്കിലും ഉമ്മയോടും ഉസ്മാനോടും പ്രതികാരം ചെയ്യണമെന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. അതിനവൾ കണ്ടുപിടിച്ച വഴി അല്പം ക്രൂരത നിറഞ്ഞതുമായിരുന്നു. അന്ന് ഉമ്മയും മോളും കൂടെ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ പണികളൊക്കെ തീർത്തു. അപ്പോഴേക്കും ഫസീല മനസ്സിൽ ഓരോ പ്ലാനിട്ട് തുടങ്ങി. ആ സമയമാണ് കുടുംബശ്രീയിൽ നിന്നും പുതിയ ലോണോ മറ്റോ അപേക്ഷകളോ ഒക്കെ ഉണ്ടെന്നും അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീടിന്റെ പണി അല്പം ശരിയാക്കാമെന്നൊക്കെ അവൾ ഉമ്മയെ പറഞ്ഞ് മനസ്സിളക്കിയത്.
വേണ്ടെന്നും അത് പിന്നീട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഉമ്മ ഇന്ന് തന്നെ പോയി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഫസീല ഉമ്മയെ പറഞ്ഞയക്കാൻ നോക്കി. ബാങ്കിലേക്ക് അല്പം ദൂരമുണ്ട്. ഇവിടുന്ന് ഒരു മണിക്കൂറെങ്കിലും യാത്രയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായി. ബാങ്കിലെ പ്രൊസീജിയറോ അല്ലെങ്കിൽ കാര്യമൊക്കെ അന്വേഷിച്ച് വരുമ്പോഴേക്കും 2 മണിക്കൂർ ചുരുങ്ങിയതെടുക്കും. ഉമ്മ പോയിട്ട് വാ. എന്തേ, ഞാൻ ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഉമ്മയ്ക്ക് ഇഷ്ടമാകുന്നില്ലേ? അതോ? ഫസീല അങ്ങനെ പറഞ്ഞപ്പോൾ സാജിക്ക് വിഷമമായി. മോളുടെ ആഗ്രഹമാണെങ്കിൽ ഉമ്മ ആ ലോണിനെ പറ്റിയൊക്കെ പോയി അന്വേഷിക്കാം. മോളിവിടെ വിശ്രമിക്ക്, ഉമ്മ പോയിട്ട് വരാൻ കേട്ടോ. അതും പറഞ്ഞ് ഫസീല വസ്ത്രം മാറി അവിടെ നിന്ന് ഇറങ്ങി. അവളൊരു നിമിഷം ആ വസ്ത്രം മാറുന്ന ഉമ്മയെ നോക്കി. ശരിക്കും പറഞ്ഞാൽ ഉസ്മാനെ പറഞ്ഞിട്ടും കാര്യമില്ല. അയാൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും കുടില ഉദ്ദേശമായിരിക്കും. പക്ഷേ ഉമ്മയുടെ കൂടെ ഇങ്ങനെ വെറുതെ സമയം ചിലവഴിച്ച് സുഖിക്കാനാണെങ്കിൽ അയാളെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. ആരും മോഹിച്ചു പോകുന്ന ഒരു സുന്ദരി തന്നെയാണ് തന്റെ ഉമ്മ. അവൾ ഓർത്തു. പക്ഷേ താനും അത്ര മോശമൊന്നുമല്ലല്ലോ. അവൾ സ്വന്തം ശരീരത്തിലേക്കും ഒന്ന് നോക്കി. അപ്പോഴേക്കും ഫസീല കുടയും എടുത്ത് ഇറങ്ങിയിരുന്നു. പോയിട്ട് വരാം മോളെ, അത് കടച്ചിരുന്നോളൂ. ശരി. അവൾ ഉമ്മ പോയപാടെ ഫോൺ എടുത്തു. ഡയൽ ചെയ്ത് ഉസ്മാനെ വിളിച്ചു. ഉസ്മാൻ ഫോൺ എടുത്തു. ആ ഫസീല, എന്തുണ്ട് മോളെ വിശേഷങ്ങൾ? ഞാനിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഉസ്താദേ. അതെയോ, എപ്പോ എത്തി? ഉവ്വ, ഒന്നും അറിയാത്ത പോലെ. കള്ളൻ, അവൾ മനസ്സിലോർത്തു. ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അവൾ അങ്ങനെ തന്നെ സംസാരിച്ചു. ഉസ്താദ് അറിഞ്ഞില്ലായിരുന്നോ ഞാൻ വന്നത്? ഞാൻ കരുതി ഉമ്മ പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. എനിക്ക് ഉസ്താദിനെ ഒന്ന് കാണണമായിരുന്നല്ലോ. ഇങ്ങോട്ടേക്കൊന്ന് വരാമോ? അതിനെന്താ മോളെ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ ഫ്രീ ആവും. അങ്ങോട്ടേക്ക് വരാമല്ലോ. അല്പം കഴിഞ്ഞപ്പോഴേക്കും ഉസ്താദ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. സന്തോഷത്തോടെ അവൾ കതക് തുറന്നു. സാജിദ അവിടെ ഉണ്ടാകുമെന്നുള്ള ഉദ്ദേശത്തിലാണ് അയാൾ വന്നത്. കതക് തുറന്ന് അകത്തേക്ക് കയറിയ പാടും ഉസ്താദ് കസേരയിലേക്ക് ഇരുന്നു. സാജിദ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. ഫസീല അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. അല്ല, മോളുടെ ഉമ്മ എവിടെ? അവൾ ആ കട്ടിലിരുന്നുകൊണ്ട് അയാളെ ഗൂഢമായി നോക്കി. എന്തേ, ഉസ്താദിന് എന്നെ കാണാനും സന്തോഷമൊന്നുമില്ലേ? എപ്പോഴും ഉമ്മയെ തന്നെ കാണാനാണോ ഇഷ്ടം? അയാളുടെ മുഖം വല്ലാതെ എന്ന് വിളറി. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല. ഇന്നലത്തെ ഒരു കഥ ഞാൻ പറയട്ടെ ഉസ്താദിന്റെ അടുത്ത്. ഇന്നലത്തെയോ? എന്താണത്? ഞാനിന്നലെ ഒരു 3 മണിയായപ്പോൾ ഇവിടെ എത്തിയിരുന്നു. ആ സമയം ഉസ്താദും ഇവിടെ ഉണ്ടായിരുന്നു. ദാ ആ ജനല് കണ്ടോ? ഒരു കുഞ്ഞി കിളിവാതിൽ ആ വീടിന്റെ സൈഡിലുള്ളത് അയാൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അയാൾ അങ്ങോട്ടേക്ക് നോക്കി. അതിന്റെ അപ്പുറത്ത് ഞാനുണ്ടായിരുന്നു. ഇവിടെ നടന്നതും നിങ്ങൾ സംസാരിച്ചതുമൊക്കെ ഞാൻ കേട്ടു. ഉസ്താദ് ഉമ്മയെ നിക്കാഹ് കഴിക്കാൻ പോകുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ നിങ്ങൾ 2 പേരും കൂടി എന്നെ പറഞ്ഞ് ചതിക്കണ്ടായിരുന്നു. അപ്പോഴേക്കും ഉസ്താദ് കസേരയിൽ ചാടി എഴുന്നേറ്റു. അയ്യോ മോളെ, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചു. അപ്പോഴേക്കും കഥകിന് കുറ്റിയിട്ടുകൊണ്ട് ഫസീല അയാളുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ വന്ന് പറഞ്ഞു. നിങ്ങൾ ഉമ്മയെ നിക്കാഹ് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് സത്യമായി അറിയണം. ഉള്ള കാര്യമാണോ? പറയൂ. അവളുടെ ശബ്ദത്തിൽ അല്പം ഭീഷണി ഉണ്ടായിരുന്നു. അത് അയാൾ വിറച്ചു. നിങ്ങൾ ഇത്രയും ഫ്രോഡാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ ഉമ്മയെ നിങ്ങൾ ചുമ്മാ കൂടെ കിടക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ആക്കി എടുത്തതല്ലേ? അവരെ നിക്കാഹ് ചെയ്യുമെന്ന് മനസ്സിൽ എന്തിനാണ് വെറുതെ ആശിപ്പിച്ചത്? ആ പാവം സ്ത്രീ നിങ്ങളോട് എന്ത് പിഴച്ചു? സങ്കടം കൊണ്ട് അവളുടെ ശബ്ദമിടർന്നുണ്ടായിരുന്നു. ഉസ്താദ് മുഖം കുനിച്ചു. അയാൾ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ആദ്യമായി നിങ്ങൾ 2 കണ്ടപ്പോൾ എനിക്ക് ആരെങ്കിലും ഒരാളെ വശത്താക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സാജിദയോടാണ് എനിക്ക് കുറച്ചുകൂടി അടുപ്പം തോന്നിയതും വളയ്ക്കാൻ എളുപ്പമെന്നും തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്തേക്ക് പാലമിട്ടത്. മറ്റൊന്നും കൊണ്ടല്ല. നിന്നെ ആണെങ്കിൽ ചിലപ്പോൾ വിവാഹം കഴിക്കേണ്ടി വരും. പക്ഷേ സാജിദ അങ്ങനെയല്ലല്ലോ. വിവാഹം കഴിച്ചില്ലെങ്കിൽ പോലും എന്റെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്നവൾ ഓർത്തു. പിന്നെ എന്തിനാണ് എന്റെ ഉമ്മയുടെ അടുത്തൊരു വിവാഹ നാടകം നിങ്ങൾ നടത്തുന്നത്? അവൾ ചോദിച്ചു. അത് എങ്ങനെയെങ്കിലും സാജിദ വിവാഹത്തിനെ പറ്റി ബോധ്യപ്പെടുത്തിയാലേ എനിക്ക് അവൾ എല്ലാം തരികയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു സുഹൃത്തിനെ മറ്റൊരു മുസ്ലിയാരെ വേഷം കെട്ടിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നിങ്ങളപ്പോൾ എൻ്റെ ഉമ്മയും എന്നെയും ഒരുപോലെ ചതിക്കുകയായിരുന്നല്ലേ? അവൾ ചോദിച്ചു. അയാൾക്ക് പെട്ടെന്ന് പേടിയായി.
നിങ്ങളിപ്പോൾ ഞങ്ങളെ ചതിക്കുകയാണെന്നുള്ളത് ഈ കാര്യമെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാനിനി പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഇതെല്ലാം ഞാൻ പുറത്താക്കും. നിങ്ങളെ നാട്ടുകാരെല്ലാവരും കൂടെ ശരിക്ക് പെരുമാറും. അത് വേണോ? അപ്പോഴേക്കും ഉസ്താദ് അവളുടെ കാലിൽ വീണ് കരഞ്ഞിരുന്നു. എന്റെ പൊന്നു ഫാസില, എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി ഞാൻ ഈ നാട് വിട്ടേ പൊക്കോളാം. അവൾ ചിരിച്ചു, അതും ദേഷ്യത്തിൽ തന്നെ. അത് ശരി, എന്റെ പാവമ്മയെ വശത്താക്കി കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാമെന്നല്ലേ? എന്നാൽ നിങ്ങളുടെ ആ മനസ്സിലിരിപ്പ് നടക്കില്ല കേട്ടോ. ഇനി നിങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും അടിമയാണ്. ഞങ്ങൾ പറയുന്നത് പോലെ എല്ലാം ചെയ്തു തരേണ്ട അടിമ. അത് അയാൾ പറയുമ്പോഴേക്കും അട്ടഹസിച്ചൊരു ഭ്രാന്തിയെ പോലെ ഫാസില ചിരിച്ചു തുടങ്ങിയിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഉസ്താദിന് മനസ്സിലായില്ല. അല്പസമയം കൊണ്ട് അവൾ അയാളെ കടന്നു പിടിച്ചു ആ കട്ടിലിൽ കെട്ടിയിട്ടു. പിന്നീട് അവിടെ നടന്നത് അവളുടെ ഒരു തേരോട്ടമായിരുന്നു. ഒരു ഭ്രാന്തിയെ പോലെ അവൾ പ്രാകൃതമായി തന്നെ അയാളെ പ്രാപിച്ചു. അയാൾക്ക് സുഖമല്ല, മറിച്ച് വേദനയാണ് തോന്നിയത്. അയാളിൽ നിന്ന് സ്നേഹവും വാത്സല്യം കിട്ടണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതാണ് ഈശ്വര നിശ്ചയം. ഇനി താൻ നിന്നും എന്റെയും എന്റെ ഉമ്മയുടെയും അടിമ മാത്രമാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ സാജിദ് തിരിച്ചു വന്നിരുന്നു. വീട്ടിൽ നടക്കുന്നതൊക്കെ എന്താണെന്നറിഞ്ഞ് ആ സ്ത്രീ അന്തം വിട്ടുപോയി. ഫോണിലുണ്ടായിരുന്ന റെക്കോർഡൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഇത്രയും കാലം താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് സാജിദയ്ക്ക് മനസ്സിലായി. ഉസ്മാനെ പിന്നീട് ഒരു അടിമയാക്കി വയ്ക്കാനുള്ള അവളുടെ എല്ലാ ആഗ്രഹത്തിലും സാജിദയും സമ്മതിച്ചു. പിന്നീട് അവർ അയാളുടെ അടുത്ത് കാണിക്കുന്നതെല്ലാം നല്ല ക്രൂരത നിറഞ്ഞ ഓരോരോ ക്രിയകളായിരുന്നു. ഉസ്മാൻ ആവട്ടെ ചില സമയം നേരിയ സുഖമുണ്ടാവുമെങ്കിലും അധിക സമയം വേദന തന്നെയായിരുന്നു. ആ ഉമ്മയും മോളും അയാളെ വേദനിച്ച് സുഖിപ്പിച്ചു. ഒരൽപ്പം മുകളിൽ നിന്നുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അയാളെ വല്ലാതെ വിവശനാക്കി കളഞ്ഞു. എല്ലാ ക്രിയകളും ഒരു മടിയുമില്ലാതെ ഉമ്മയും മോളും കൂടി ഒന്നിച്ച് ആ ഉസ്താദിനടുത്ത് ചെയ്തു. അയാളെ ആ കെട്ടഴിച്ചിട്ടൊരു മോചിപ്പിക്കുമ്പോഴേക്കും ആകെ തളർന്നു പോയിരുന്നു ഉസ്മാൻ. ഈശ്വര, എനിക്ക് വീട്ടിലേക്ക് പോണം, എന്നെ വിടൂ, ഉസ്മാൻ നിലവിളിച്ചു. ശരി, ഇപ്പൊ നീ പൊയ്ക്കോ. പക്ഷെ ഇതുപോലെ എന്റെ ഉമ്മയും ഞാനും വിളിക്കുമ്പോഴൊക്കെ ഇവിടെ വന്നോളണം. ഇനി ഇതാണ് നിനക്കുള്ള ശിക്ഷ. അത് കേട്ടപ്പോൾ ഉസ്മാൻ ഒന്ന് ഞെട്ടി. കാരണം അത്രയും രണ്ടുപേരും കൂടി അയാളെ നോവിച്ചിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് തന്ന ശിക്ഷ ഞങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചു തന്നു എന്ന് വിചാരിച്ചാൽ മതി. എന്തേ, താൻ ചെയ്ത തെറ്റ് ഉസ്മാന് ബോധ്യപ്പെട്ടു. അടുത്ത പ്രാവശ്യവും അമ്മയും മോളും ഒന്നിച്ചുള്ള സമയത്ത് ഉസ്മാനെ വിളിച്ചു. ഉസ്മാന് മറ്റു നിവൃത്തിയില്ലായിരുന്നു. അയാൾ വന്നു. അന്നും ഇതൊക്കെ തന്നെ ആവർത്തിച്ചു. ഇപ്പോഴും അതെ, ആ ഉസ്മാൻ ഉമ്മയുടെയും മോളുടെയും ആ അടിമയെ തന്നെ നാട്ടിൽ ജീവിക്കുകയാണ്. അയാൾക്ക് അവരുടെ അടുത്തു നിന്ന് ഒരു മോചനമില്ലെന്ന് മനസ്സിലായി. അതുപോലെ തന്നെയാണ് മറ്റു പല കാര്യങ്ങളിലൂടെയും ഫസീല അയാളെ പൂട്ടിയിട്ടുള്ളത്. നമ്മുടെ ഫസീലയും സാജിദയും എങ്ങനെയുണ്ട്? ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള പെൺകുട്ടികളും വേണമല്ലേ? ഉസ്മാനെ പോലെയുള്ള ഈ ചതിയന്മാർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കട്ടെ. പതിയെ പതിയെ രണ്ടുപേരെയും ക്രൂരതയുടെ ഈ ക്രിയകളൊക്കെ വെടിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് സുഖവും അന്വേഷിച്ച് ഉസ്മാനെ വിളിക്കാറുണ്ട് കേട്ടോ. ഉസ്മാൻ ഇക്കാര്യത്തിൽ അല്പം എക്സ്പീരിയൻസ് കൂടുതലുള്ള ആളായത് കൊണ്ട് തന്നെ രണ്ടുപേരെയും ഇടയ്ക്കിടയ്ക്ക് സ്വർഗം കാണിക്കാനും മറന്നിട്ടില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സന്തോഷവും ഇടയ്ക്ക് തങ്ങളുടെ ചതിക്കുള്ള പ്രതികാരവുമായി ഉസ്മാനെ അവരിപ്പോൾ ഉപയോഗിച്ചു പോന്നു. ഉസ്മാനാകാൻ ഭാഗ്യം കിട്ടിയ ഏതെങ്കിലും ചെറുപ്പക്കാർ ഈ കഥ കേൾക്കുന്നവരുടെ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അടുത്ത ദിവസം മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അത് മാത്രമല്ല, ഓപ്പൺ സ്റ്റോറി കേൾക്കാൻ നേരെ ടെലിഗ്രാമിലേക്ക് വന്നോളൂ. ബൈ ബൈ ഡിയേഴ്സ്.